ഒരു ആനിമൽ ലവറിനെ സംബന്ധിച്ച് 2024 ഒരു നല്ല വർഷം തന്നെയായിരുന്നു. കാരണം കുറേയധികം നല്ല ആനിമേസ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 മികച്ച കുറച്ച് ആനിമേസ് ഏതൊക്കെയാണ് എന്നാണ്. സോ ഒട്ടും സമയം കളയാതെ ദിസ് ഇസ് ബിഞ്ച് വാച്ചർ ആൻഡ് ലെറ്റ്സ് റോൾ ഇൻടു ദി വീഡിയോ. ആദ്യ ആനിമയാണ് കൈജു നമ്പർ 8. കാഫ്ക എന്ന ആള് ഒരു കൈജു ആയി മാറുന്നതും ശേഷം അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സീരീസ് പറയുന്നത്. എയോട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തോന്നുന്ന ഒരു ആനിമയാണിത്. കിഡിലൻ ആക്ഷൻസ് ആൻഡ് ഗൂസ് ബംസ് തരുന്ന സീൻസ് അനിമയിലുണ്ട്, കണ്ടുനോക്കാം. പിന്നെ ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ് സീസൺ 3 അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അനിമ ഒന്ന് കണ്ടു നോക്കണം. മാസ്റ്റർ മൈൻഡ് ആയ ഒരു പയ്യൻ ജപ്പാനിലെ ബെസ്റ്റ് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കഥയാണിത്. തികച്ചും നമ്മുടെ കിളി പറത്തുന്ന സീൻസ് ഈ അനിമയിലുണ്ട്. ഈ വർഷത്തെ നല്ലൊരു അഡീഷൻ ആയിരുന്നു ഈ അനിമ. പിന്നെ ഇറങ്ങിയ നല്ലൊരു സീരീസ് ആണ് ഡെലീഷ്യസ് ഇൻ ഡഞ്ചൻ. ഇത് വളരെ വെറൈറ്റി ആയ ഒരു സീരീസ് ആണ്. ഡഞ്ചൻ അഡ്വഞ്ചറിനെ കുറച്ച് ട്രഡീഷണൽ എലമെന്റ് ആയി ബേസ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണിത്. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഫീൽ കുറയും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. സോളോ ലെവലിംഗ് ആണ് മറ്റൊരു നല്ല സീരീസ്. ആക്ച്വലി ഇത് മംഗയല്ല, മാനുവ അഡാപ്റ്റേഷൻ ആണ്. പക്ഷെ കിഡിലൻ ആക്ഷൻ അനിമയായിരുന്നു. നല്ല കഥ, ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ, വളരെ എൻഗേജിങ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, മൊത്തത്തിലൊരു നല്ല പാക്കേജ് ആണ്. സോ കണ്ടുനോക്കാം. മുഷോക്കു ടെൻസൈ എന്നൊരു അനിമയുടെ സീസൺ 3 ഈ വർഷം തന്നെ റിലീസായിരുന്നു. ഇതൊരു ഇസക്കൈ അനിമയാണ്. അതുകൊണ്ട് തന്നെ അഡൽട്ട് കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാവും. എൻറ്റയർലി വേറൊരു വേൾഡ് ആണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. അനിമേഷനെ ഞാൻ നോക്കി കണ്ട ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി. പറഞ്ഞല്ലോ, അഡൽട്ട് കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്. സോ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് കാണണം. പിന്നെ റീസെന്റ് റിലീസായ ഡാൻഡൻ കിഡിലൻ ആണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. 2024 വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഡാൻഡൻ. പ്രത്യേകിച്ച് ആനിമേഷൻ സ്റ്റൈൽ പുതിയൊരു രീതിയിലാണ് സീരീസ് തന്നെ പറഞ്ഞു പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, അതിപ്പോ ഏലിയൻ ആവട്ടെ, ഗോസ്റ്റ് ആവട്ടെ, എല്ലാം അനിമയിലുണ്ട്. സോ ഡോണ്ട് മിസ് ഔട്ട്. വെറും 4 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഹൊറർ അനിമ 2024 റിലീസായിരുന്നു. ഉസുമാക്കി എന്നാണ് പേര്. ഇതും കിഡിലൻ സീരീസ് ആണ്. ബട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവണം എന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. പലർക്കും അനിമെ ഹൊറർ അത്ര ആസ്വദിക്കാൻ പറ്റണം എന്നില്ല. ഇതൊരു ഹൊറർ അനിമയാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അല്ലെ അനിമെ ഹൊറർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്താണ് സംഭവം എന്നറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് എ ഫൈൻ പീസ് ഓഫ് ആർട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വേൾഡ് വൈഡിൽ ഒത്തിരി പേര് നോക്കി കാണുന്ന ഒരു അനിമയാണ് ഉസുമാക്കി. വേറൊരു കിഡിലൻ ആക്ഷൻ അനിമയാണ് വിൻ ബ്രേക്കർ. ടോക്കിയോ റെവഞ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നടക്കുന്ന ഫൈറ്റ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ടോക്കിയോ റെവഞ്ചേഴ്സ് ആയി ഒത്തിരി കമ്പാരിസൺസ് സീരീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടേക്കണത്. ടോക്കിയോ റെവഞ്ചേഴ്സിന് ടൈം ട്രാവൽ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതൊന്നും ഇതിലില്ല. പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കഥയാണ് വിൻ ബ്രേക്കറിൽ പറയുന്നത്. പക്ഷേ ആക്ഷൻ ആൻഡ് ആനിമേഷൻസ് നല്ല രസമാണ് കണ്ടിരിക്കുക. സോ ട്രൈ ടു. മാഷ്ലി ആൻഡ് മസിൽ സീസൺ 2 നല്ലൊരു സീസൺ ആയിരുന്നു. കോമഡി പ്ലസ് ആക്ഷൻ പ്ലസ് മാജിക് പ്ലസ് അഡ്വഞ്ചർ ആണ് മാഷ്ലി ആൻഡ് മസിൽസ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ നല്ലതാണ്. മാജിക് പവർ ഇല്ലാത്തൊരു ഹാരി പോട്ടർ പോലെയാണ് നമ്മുടെ കഥ നായകൻ. വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം എന്റർടൈനിങ് ആയിട്ട് കാണാൻ പറ്റും. ഒത്തിരി ബഹളമൊന്നും വെക്കാതെ വന്നുപോയ ഒരു സീരീസ് ആണ് ഗരുഡൻ. ഒരു മാർഷൽ ആർട്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന നായകന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു അണ്ടർ റേറ്റഡ് സീരീസ് ആണിത്. ഇതുപോലുള്ള ടൂർണമെന്റ് ബേസ്ഡ് ആനിമേഷന്റെ സ്ഥിരം മാച്ച് പാറ്റേൺസും ട്വിസ്റ്റും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള സീരീസ് ആണിത്. അതാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. സോ കണ്ടു നോക്കുക. ഇനി മറ്റേ ആനിമേഷൻ സീരീസ് പറയാനാണെങ്കിൽ ആർക്കൈൻ വേറെ ലെവലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ കിളി പോയി. അമ്മാതിരി ഒരു സാധനം. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കധികം ഈ ഒരു സീരീസിനെ പ്രൈസ് ചെയ്യുന്നത്. ഓൾസോ ടുലൈറ്റ് ഓഫ് ദ ഗോഡ്സ് എന്നൊരു മിത്തോളജിക്കൽ സീരീസ് റിലീസായിരുന്നു. അധികം പറഞ്ഞു കേട്ടില്ല, പക്ഷെ നല്ല സീരീസ് ആയിരുന്നു. തോറൊക്കെ വില്ലനായി വരുന്ന ഒരു സീരീസ് ആണിത്. റിവെഞ്ച് ചെയ്യാൻ പോകുന്ന നായികയുടെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ബ്ലൂ ഐഡ് സാമുറായി ഒക്കെ പോലെ നല്ല ഡെപ്ത് ഉള്ള ഒരു സ്റ്റോറി ഈ സീരീസിലുണ്ട്. സോ കണ്ടു നോക്കാം. പിന്നെ സീക്രട്ട് ലെവൽ എന്നൊരു ആമസോൺ പ്രൈമിന്റെ ലവ് ഡെത്ത് റോബോട്ട്സ് പോലൊരു സീരീസ് റിലീസായിരുന്നു. നിങ്ങൾ ഗെയിമേഴ്സ് ആണെങ്കിൽ ഈ സീരീസ് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം ഗെയിംസിനെ ബേസ് ചെയ്താണ് ഈ സീരീസ് വരുന്നത്. ഓരോ എപ്പിസോഡും ഓരോ കഥയാണ്, ഓരോ ഗെയിം ബേസ്ഡ് ആണ്. നല്ല കുറെ ആനിമേഷൻസും ഉണ്ട്. ഇനി ഞാൻ കാണാത്തതും നല്ലതാണ് എന്ന് കേട്ടേക്കുന്നതുമായ ഒരു സീരീസ് ആണ് സൂസൈഡ് സ്ക്വാഡ് ഇസക്കൈ. ഈ സീരീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അറിയാനായിട്ടാണ്. ഈ പറഞ്ഞവ എല്ലാം ഞാൻ കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ സീരീസസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരീസുകൾ ഏതൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള അനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.